തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിർണായക കൂടിക്കാഴ്ച മറ്റന്നാൾ. കോൺഗ്രസ് നേതാക്കളുമായി PV അൻവർ ചർച്ച നടത്തും. PV അൻവറിന് ഒറ്റയ്ക്ക് UDFിലേക്ക് പോകാൻ കഴിയില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ KT അബ്ദുറഹിമാൻ പറഞ്ഞു. 23-ാം തീയതി ചർച്ച നടത്തുന്നുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായിട്ട് ബഹുമാന്യനായിട്ടുള്ള PV അൻവറിൻ്റെ ഒരു കൂടിക്കാഴ്ചയുണ്ട്. അതിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. PV അൻവറിന് ഒറ്റയ്ക്ക് തൃണമൂൽ കോൺഗ്രസ് ഇല്ലാതെ UDFിലേക്ക് പോകാൻ സാധിക്കില്ല. വിപിൻ C. വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. വിപിൻ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് UDF പ്രവേശനം സാധ്യമായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന നിലപാടിലേക്ക് PV അൻവർ പോകുന്നുണ്ട്, തൃണമൂൽ കോൺഗ്രസ് പോകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അല്പം കൂടി വേഗത്തിൽ അൻവറുമായുള്ള ചർച്ചകൾക്ക് UDF നേതൃത്വം തയ്യാറെടുക്കുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്? അണിയറയിലെ ചർച്ചകൾ എങ്ങനെയാണ്? രജിത്ത്, തൃണമൂൽ കോൺഗ്രസിന് വേണ്ട, എന്നാൽ PV അൻവറിനെ UDFിലേക്ക് എടുക്കാം എന്നുള്ളൊരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ള തരത്തിലൊക്കെ ഇന്ന് വാർത്തകൾ വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിർണായകമായ ഒരു കൂടിക്കാഴ്ച ഈ മാസം 23-ന് ഇപ്പോൾ മറ്റന്നാൾ തിരുവനന്തപുരത്ത് വെച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളും തൃണമൂൽ കോൺഗ്രസിന്റെ ചീഫ് കോർഡിനേറ്റർമാരും PV അൻവറും അതിൽ പങ്കെടുക്കും. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും തൃണമൂൽ കോൺഗ്രസ് പിന്നീടുള്ള രാഷ്ട്രീയ തീരുമാനം എടുക്കുകയും ചെയ്യുക. നിലവിലെ തീരുമാനപ്രകാരം PV അൻവർ ഒറ്റയ്ക്ക് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFിന്റെ ഭാഗമാകില്ല. അത് തൃണമൂൽ കോൺഗ്രസിനെ പാർട്ടി എന്ന രീതിയിൽ മാത്രം UDFിൽ പ്രവേശിപ്പിക്കണം എന്നുള്ള ഒരു ഫോർമുലയാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം PV അൻവർ ഒറ്റയ്ക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയുടെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഇതിനോടകം തന്നെ ജില്ലാ കമ്മിറ്റികളായി കഴിഞ്ഞു, മറ്റ് മണ്ഡലം കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു. ഏകദേശം 50,000-ന് മുകളിൽ മെമ്പർഷിപ്പുകൾ രൂപീകരിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ പാർട്ടി സജീവമായി തന്നെ തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ വേണ്ടി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായ ഒരു ഘട്ടത്തിൽ PV അൻവറിന് മാത്രം എടുക്കാമെന്നുള്ള ഒരു കാര്യം UDF മുന്നിൽ വയ്ക്കുമെന്ന് കരുതുന്നില്ല എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അത്തരത്തിലൊരു രാഷ്ട്രീയ തീരുമാനമില്ല. PV അൻവർ ഒറ്റയ്ക്ക് പോകില്ല എന്നുള്ളത് കൃത്യമായി തന്നെ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്. അങ്ങനെയാണെങ്കിൽ അത് വരും ദിവസങ്ങളിലും വലിയ പ്രതിസന്ധി UDFിനെ സംബന്ധിച്ച് ഉണ്ടാക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം അവർ അത്തരത്തിലാണ് ആ കൂടിക്കാഴ്ചയിൽ അത്തരൊരു ചർച്ചയാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഒരു പക്ഷേ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് UDFിന്റെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്നുള്ള പേടിയുണ്ട്. ഏകദേശം 9 വർഷത്തോളം MLA ആയ ആളാണ് PV അൻവർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനം കൂടി പിണറായി സത്തിനെതിരെയാണ് വോട്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. UDFും PV അൻവറും സമാനമായ കാര്യങ്ങളാണ് ആ മണ്ഡലത്തിൽ പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വോട്ട് സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട്. അനുനയ ശ്രമങ്ങൾ ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് UDFിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് നടക്കുന്ന ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അങ്ങനെ സ്ഥാനാർത്ഥിയെ നിർത്തണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുക. UDFിനെ സംബന്ധിച്ച് ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിലും ഒരു ഒറ്റ പേരിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വിഷയമായി തന്നെ നിൽക്കുകയാണ്. ശരി, PV അൻവറുമായുള്ള ചർച്ചകൾ UDF നേതൃത്വം തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ച മറ്റന്നാൾ നടക്കാൻ പോകുന്നു. PV അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം UDFിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു.